ഹൈ പ്രോട്ടീൻ ക്ലാസിക് സീസർ സലാഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? വെൽക്കം ടു ദ ചാനൽ TV on DT, TV on ഡൈനിങ് ടേബിൾ. ഇന്നാർക്ക് ആദ്യം വേണ്ടേ? ജീസായിക്കാണോ ജെർക്കിനാണോ? കൈവെക്ക് ജീസായി കൊടുക്കട്ടെ, ചേച്ചി കൊടുക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസിക് സീസർ സലാഡ് ടേസ്റ്റ് ചെയ്യുകയാണ്. മറിയം ജോബിൻ കുഞ്ഞിനെ തരാവേ. ചേച്ചി കഴിക്കട്ടെ. എങ്ങനെയാണ് ചോദിച്ചേ? ചേച്ചിയോട് കൊള്ളാന്ന് ചോദിച്ചേ. ചേച്ചി ഇനി വേണോ? ജെറിക്കിനെ കൊടുക്കട്ടെ. നേരെ അയ്യോ ജെറിക്കിനെ കഴിച്ചു. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഹൈ പ്രോട്ടീൻ ആണ്. ഇതിനകത്ത് എഗ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, അതിൽ ചീസ്, ബട്ടർ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉള്ളതാണ്. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്. പ്രത്യേകിച്ച് ഈ പ്രോട്ടീൻ ഫുഡ്സ് ഒക്കെ, ഡയറ്റ് ഒക്കെ നോക്കി പ്രോട്ടീൻ ഫുഡ്സ് ഒക്കെ കഴിക്കുന്നവർക്ക് ഇത് സജസ്റ്റബിൾ ആണ്. എഗ് വേണം? എഗ് ആർക്ക് എഗ് വേണ്ടേ? ഒരു എഗ് പീസ് ഇങ്ങനെ എടുത്ത് ചെറുക്കിന് വേണോ? വേണോ ചെറുക്കിന്? എഗ്ഗിന്റെ അപ്പൊ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? നോക്കാം. കുക്കുംബർ നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. റൊമീനി ലെറ്റ്യൂസ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. സ്വീറ്റ് കോൺ, വീറ്റ് ബ്രെഡ് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചിക്കൻ ബ്രസ്റ്റ് പീസ് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ബ്രസ്റ്റ് പീസ്. കട്ട് ചെയ്ത ചിക്കൻ പീസിലേക്ക് സ്വല്പം കുരുമുളക് പൊടി
അതുപോലെ തന്നെ ഉപ്പും ആഡ് ചെയ്ത് നമുക്ക് പുരട്ടി വെക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നല്ലപോലെ ഇത് പുരട്ടി മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് സാലഡിലേക്ക് ആവശ്യമായ മയോണൈസ് റെഡിയാക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യമേ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് പുഴുങ്ങിയ മുട്ട 3 നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗാർലിക് 1 അല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഒലിവ് ഓയിൽ 2 സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം വിനാഗിരി 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം സ്വല്പം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. സ്വല്പം കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പ് സ്വല്പം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഗ്യാസ് ഓൺ ആക്കി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും മറിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഒരു സൈഡ് നല്ലപോലെ പാകമായിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിടാം. രണ്ടു സൈഡും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 20 മിനിറ്റോളം നമ്മൾ പാനിൽ ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഈ സെയിം പാനിൽ നമുക്ക് ബ്രെഡ് പീസസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബ്രെഡ് നമുക്ക് പാനിലേക്ക് ആഡ് ചെയ്യാം. ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും. ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഇട്ടാൽ മതിയാവും. നമുക്കൊന്ന് ക്രിസ്പി ആൻഡ് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇച്ചിരി ബട്ടറോടെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. ഈ ഒരു പരുവത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊരു ബൗൾ ടൈപ്പ് പാത്രം ഇനി എടുക്കാം. അതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ലെറ്റ്യൂസ് ആഡ് ചെയ്യാം. കുക്കുംബർ നമുക്ക് ആഡ് ചെയ്യാം. സ്വീറ്റ് കോൺ, ചിക്കൻ പീസസ് നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തിരിക്കുന്ന വീറ്റ് ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കാം.
റെഡിയാക്കി വെച്ചിരിക്കുന്ന മയോണിക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒലിവ് ഓയിൽ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് ലെമൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. ജസ്റ്റ് ഒരു ഗാർണിഷിംഗ് കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഒരു പ്ലേറ്റ് എടുക്കാം. നമുക്ക് ബോയിൽഡ് എഗ്ഗ് ചെറുതായിട്ട് കട്ട് ചെയ്തൊന്ന് ഗാർണിഷ് ചെയ്യാം. ശേഷം ചീസ് സ്ലൈസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ, ടാറ്റാ.